രാജ്ഞിയാകണം എനിക്ക്. അവളെ, ആ സേറയെ എനിക്ക് എന്റെ കാൽ കീഴിൽ കിട്ടണം. കിട്ടും. അതിനിപ്പോ നമുക്കൊന്ന് താഴ്ന്നു കൊടുക്കാം, ശക്തിയോടെ കുതിച്ചു ചാടാൻ. കേട്ടല്ലോ? കേട്ടു. മിറിയത്തിനും ദാവീദിനും പരസ്പരം കാണാൻ കഴിയാത്തതുകൊണ്ട് മിറിയത്തെ കാണാനുള്ള അതിഥികളെല്ലാം മുകളിലേക്ക് വന്നു. മിറിയം എല്ലാവരോടും സംസാരിച്ചു നിന്നു. സാറാ, ഡോക്ടർ എമി അവിടേക്ക് വന്നു. സാറാ, അധികം നേരം നിൽക്കരുത്, നല്ലതല്ല, വരൂ. എമി അവളെ കൂട്ടിക്കൊണ്ടുപോയി. ആരോൺ, ദാവീദ് വിളിച്ചു. മിറിയത്തിനുള്ള ഫുഡെല്ലാം നീ ചെക്ക് ചെയ്യണം, അറിയാമല്ലോ. എനിക്കവളെ ഇനി നാളെ വരെ കാണാൻ കഴിയില്ല. ഞാൻ നോക്കിക്കോളാം. എമിയുണ്ട് അവളുടെ അടുത്ത്, എന്നാലും ഞാനൊന്ന് നോക്കി വരാം. ആരെ? ആര്യൻ ചോദിച്ചു. സേറയെ. ആരോൺ ചിരിച്ചു. അതിഥികളെല്ലാം പോയപ്പോൾ ദാവീദ് റൂമിലേക്ക് വന്ന് ഫ്രഷായി ബെഡിൽ വന്നിരുന്നു. ഫോണെടുത്ത് അവൻ മിറിയത്തെ വിളിച്ചു. സാറാ, ഉറങ്ങിയോ? ദാവീദ് ചിരിച്ചു. കിടക്കുമായിരുന്നു, ഉറക്കം വരുന്നില്ല. നാളെ അങ്ങനെ നമ്മുടെ സ്വപ്നം പോവണിയുന്നു. ഈ ഒരു രാത്രി കൂടെ കഴിഞ്ഞാൽ നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. പഗ്, കിടന്നോ, നല്ല ക്ഷീണമുണ്ട് നിനക്ക്. മിറിയം കോള് കട്ട് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. സാറാ, സോഫി ഒരു ഗ്ലാസ് പാലുമായി വന്നു. ഇത് കുടിക്കാൻ താങ്കളുടെ ഈമ പറഞ്ഞു. മിറിയം എഴുന്നേറ്റ് അത് വാങ്ങി കുടിച്ചു. പതിയെ മിറിയത്തിന്റെ കണ്ണുകളിൽ ഉറക്കം പടർന്നു. അർദ്ധരാത്രി ഏതൻ ഹൗസ് പൂർണ്ണമായി ശാന്തമായിരുന്നു. വാതിൽ തുറന്ന് അയാൾ പുറത്തിറങ്ങി മിറിയത്തിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. വാതിൽ തുറന്ന് അയാൾ മിറിയത്തിനെ നോക്കി. ശാന്തമായി ഉറങ്ങൂ മിറിയം. അയാൾ കഴുത്തിൽ കിടക്കുന്ന സാത്താന്റെ വേദം എഴുതിയ മാലയിൽ തൊട്ട് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. ഉറക്കമായിരുന്ന മിറിയത്തെ അയാൾ കൈകളിൽ കോരിയെടുത്തു. പിറ്റേന്ന് ദാവീദ് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ആര്യൻ ഓടി വന്ന് ദാവീദിന്റെ റൂമിലേക്ക് ഡോർ തുറന്ന് കിതച്ചുകൊണ്ട് അവനെ നോക്കി. നീ എന്താ ജോഗിങ്ങിന് പോയോ? ദാവി. ആര്യൻ അവനെ നോക്കി. എന്താടാ? സേറയെ കാണുന്നില്ല. എന്താ? ദാവീദ് ചോദിച്ചു. എടാ, സേറ റൂമിലും എവിടെയുമില്ല. ആര്യൻ ടെൻഷനോടെ പറഞ്ഞത് കേട്ടപ്പോൾ ദാവീദ് ടവൽ ബെഡിലിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒപ്പം ആര്യനും. കോണിപ്പടികൾ ഇറങ്ങുന്ന ദാവീദ് കണ്ടത് കേറ കരയുന്നതാണ്. റിബേക്കയ്ക്കും ജോനഥാനും എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലായില്ലെങ്കിലും അവരുടെ മുഖത്ത് സന്തോഷമായിരുന്നു. ദാവി, മോളെ കാണാനില്ല, നഥാൻ പറഞ്ഞു. ആന്റി, കരയല്ലേ, ദാവീദ് പറഞ്ഞു. എമി. ദാവീദ് വിളിച്ചപ്പോൾ എമി അവിടേക്ക് വന്നു. മേലേക്ക്. മിറിയം എഴുന്നേറ്റോ? ഇല്ല മേലേക്ക്, സാറ നല്ല ഉറക്കമാണ്. ഓക്കെ. സേറ ഉറങ്ങുകയാണോ? കാതറിൻ ചോദിച്ചു. യെസ് ഈമ, മിറിയത്തിനെ ഇന്നലെ ഞാൻ എമിയുടെ അടുത്തേക്ക് മാറ്റി. അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. അത് കേട്ടപ്പോൾ റിബേക്കയുടെ മുഖത്തെ സന്തോഷം കേട്ടു. അപ്പോൾ എന്താ എമി പറയാതിരുന്നത്? അക്കു ചോദിച്ചു. സോറി, മേലേക്ക് വരുന്നത് വരെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്താ ദാവി, എന്താ ഇവിടെ നടക്കുന്നത്? ലക്കി ചോദിച്ചു. ഒന്നുമില്ല, മെറിയത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് മാത്രം കരുതിയാൽ മതി. അന്നേരമാണ് മെർലിനും എലീനയും അവിടേക്ക് വന്നത്. മമ്മ. റിബേക്ക എലീനയുടെ അടുത്തേക്ക് വന്നു. എന്തുപറ്റി മമ്മ? എലീനയുടെ നെറ്റിയിലെ കെട്ട് കണ്ടു ചോദിച്ചു. ദാവീദ് എലീനയെ നോക്കി. അത് ഒന്ന് നെറ്റിയിടിച്ചതാ, എലീന പറഞ്ഞു. ഇപ്പോൾ വേദനയുണ്ടോ? എമി ചോദിച്ചു. ഇല്ല, എലീന സ്വൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞു. എമി, മിറിയത്തിന്റെ അടുത്തേക്ക് ചെല്ലൂ. ശരി മേലേക്ക്. എമി അവിടെ നിന്ന് പോയി. കൂടെ കേറയും കാതറിനും ജാനറ്റും. ആര്യൻ ഒന്നും മനസ്സിലാകാതെ ദാവീദിനെ നോക്കി. എന്താ ഉണ്ടായത് ഇന്നലെ? ആര്യൻ ചോദിച്ചു. ഇന്നലെ എലീന ആന്റി ഒരു കുസൃതി കാണിച്ചതാ. ദാവീദ് വിളിച്ചതനുസരിച്ച് എമി സേറയുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് അത് കണ്ടത്. എമി അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഞാൻ എലീന ആന്റിയുടെ മുന്നിൽ ചെന്ന് നിന്ന നേരം എമി കയ്യിൽ കിട്ടിയതെടുത്ത് എലീന ആന്റിയുടെ തലക്കിട്ട് കൊടുത്തു. അവർക്ക് കിട്ടിയതൊന്നും പോരെ? ആര്യൻ ചോദിച്ചു. ഇതിന് പുറത്തേക്ക് പോകാൻ പോലും പറ്റില്ല, എന്നിട്ടാ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. സേറാപ്പിക്കൊന്നും പറ്റിയില്ലല്ലോ. നോ, സേറയ്ക്കൊന്നും പറ്റിയില്ല. എന്റെ ഹനുമാൻ സ്വാമി, ആര്യൻ പറഞ്ഞു. ഇനിയിപ്പോൾ അവൾ ഉണർന്നിട്ടല്ലേ ചടങ്ങ് നടത്താൻ പറ്റൂ. ഞാൻ പോയി റെഡിയാകട്ടെ. പല്ലുകൂടി തേക്കാതെ ഇവളെ അന്വേഷിച്ച് നടന്നതാ. ആര്യൻ അവിടെ നിന്ന് പോയി. എന്താ നിന്റെ ഉദ്ദേശം ദാവി? ഇന്ന് കഴിഞ്ഞാൽ അവരിവിടുന്ന് പോകും. ആരോൺ അവനെ നോക്കി.
പോകട്ടെ, ഇവിടെ നിന്നിട്ട് അവർക്ക് കാര്യമൊന്നുമില്ലല്ലോ. എടാ, തീർത്തേക്ക് നാലിനെയും, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയില്ല. തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല, എത്രയായാലും മുന്നിൽ നിൽക്കുന്നത് ഇവയാണ്. അവൾ എത്ര സാത്താൻ സന്തതിയാണെന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. അവളെ തീർക്കാൻ എൻ്റെ കൈ വിറയ്ക്കും ആരോൺ. ദാവി, ഞാൻ പോയി റെഡിയാകട്ടെ. എനിക്ക് കാണാൻ പാടില്ലല്ലോ മറിയത്തെ. നീ പോയി അവളെ എഴുന്നേറ്റോ എന്ന് നോക്ക്. ദാവീദ് തൻ്റെ റൂമിലേക്ക് പോയി. മറിയം കസേരയിലിരിക്കുകയായിരുന്നു. മുടി കെട്ടിക്കഴിഞ്ഞ് ഒരു സൈഡിൽ ചുവന്ന റോസാപ്പൂക്കൾ വെച്ച് സോഫി കണ്ണാടിയിലൂടെ മറിയത്തെ നോക്കി. സേറ, സുന്ദരിയായിട്ടുണ്ട്, സോഫി പറഞ്ഞപ്പോൾ അവൾ കണ്ണാടിയിൽ നോക്കി. സേറ, റെഡിയായോ? ആരോഹൻ അന്വേഷിക്കുന്നുണ്ട്. കാതറിൻ വന്ന് പറഞ്ഞപ്പോൾ മറിയം എഴുന്നേറ്റ് നിന്ന് കാതറിനെ നോക്കി. എന്റെ കണ്ണ് തന്നെ തട്ടുമോ എന്തോ, കാതറിൻ പറഞ്ഞു. ജാനറ്റ് വന്ന് സേറയെ നോക്കി അടിപൊളി എന്ന് കാണിച്ചു. വാ മോളെ, പ്രാർത്ഥന മുറിയിലേക്ക് ചെല്ലണം. സിനഗോഗ് വരെ യാത്ര വേണ്ടെന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് നിങ്ങൾക്കുള്ള പ്രത്യേക ചടങ്ങ്. ശരി ആന്റി. അപ്പോഴേക്കും കേറ മറിയത്തിന്റെ മുഖം മറച്ച മൂടുപടവുമായി വന്നു. കാതറിൻ അതെടുത്ത് മറിയത്തിന്റെ മുഖം മറച്ചു. മറിയം കാതറിനൊപ്പം പുറത്തേക്ക് പോയി. പ്രാർത്ഥനാ മുറിയിൽ ആരോഹാൻ തനിക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ദാവി, സേറ, അകത്തേക്ക് ചെല്ല്, നഥാൻ പറഞ്ഞു. അവർ അകത്തേക്ക് കടന്നപ്പോൾ ആരോഹാൻ അവർക്ക് നേരെ തിരിഞ്ഞു. ദാവീദ്, നഥാനേഥൻ, മറിയം, സേറ, എബ്രഹാം, നമ്മുടെ വംശത്തിന്റെ വിശ്വാസമനുസരിച്ച് വിവാഹം എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. 2 വ്യക്തികളെക്കാൾ 2 കുടുംബത്തിന്റെ ബന്ധമാണ് വിവാഹം. ഏതൻ കുടുംബത്തിലെ വിശുദ്ധൻ ദൈവവും രാജാവുമാകുന്നു. അവൻ സദാ അവന്റെ വംശത്തെ സാത്താനെയും സാത്താന്റെ അനുയായികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നവനും യഹൂദ വംശത്തെ നന്മയുടെ വഴിയിൽ നടത്തുന്നവനുമാകുന്നു. അവൻ ഇന്നവന്റെ പാതിയെ തെരഞ്ഞെടുക്കുവാൻ പ്രാപ്തനായിരിക്കുന്നു. മെലേക്ക്, ആരോഹാൻ ദാവീദിനെ നോക്കി. മറിയം, സേറ, എബ്രഹാം, നീ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ ജനങ്ങളുടെ രാജ്ഞി കൂടിയാണ്. നീ എനിക്കൊപ്പം എന്റെ സുഖത്തിലും ദുഃഖത്തിലും എന്റെ ഉയർച്ച താഴ്ചകളിലും ഒരേപോലെ നിലകൊള്ളേണ്ടവളാണ്. വിശുദ്ധ ഏതൻ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കുവാൻ നിനക്കും കടമയുണ്ട്. എന്റെ അസാന്നിധ്യത്തിൽ നീയായിരിക്കണം കടമകൾ ചെയ്യേണ്ടത്. നീ എനിക്കെന്റെ ശ്വാസവും രക്തവും ജീവനുമായിരിക്കണം. നിനക്കാകുമെങ്കിൽ നിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. സേറ, ആരോഹാൻ മറിയത്തെ നോക്കി. വിശുദ്ധ ഏതൻ, താങ്കൾ എനിക്ക് ദൈവമാകുന്നു. താങ്കളുടെ ഏതവസ്ഥയിലും ഞാൻ താങ്കളുടെ കൂടെ നിലകൊള്ളും. എന്നിൽ അർപ്പിതമായ കടമകൾ ഞാൻ പരിപാലിക്കും. താങ്കളുടെ അസാന്നിധ്യത്തിൽ താങ്കളുടെ കടമകൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്തിരിക്കും. ഞാൻ താങ്കളുടെ ശ്വാസവും രക്തവും ജീവനുമായിരിക്കും. അതിനാൽ തന്നെ എന്റെ ജീവനും ഈ വിവാഹബന്ധവും എന്റെ ദൈവവും സാക്ഷി ഞാൻ താങ്കളുടെ ജീവിതത്തിലേക്ക് വരുവാൻ എന്റെ സമ്മതം അറിയിക്കുന്നു. യഹോവയുടെ നാമത്തിൽ ഈ വിശുദ്ധ ബന്ധം 7 ജന്മത്തിലേക്ക് നിലനിൽക്കട്ടെ. ആരോഹാൻ കണ്ണുകൾ അടച്ചു പറഞ്ഞു. മറിയം ദാവീദിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. പ്രധാന ചടങ്ങ് കഴിഞ്ഞ് ആരോഹാൻ ഗാർഡനിലെ മണ്ഡപത്തിലേക്ക് പോയി. ജോനഥാന്റെയും റിബേക്കയുടെയും കേതുവ വായിച്ചു കഴിഞ്ഞ് ആരോഹാൻ ദാവീദിന്റെ മറിയത്തിന്റെയും കേതുവ വായിച്ചു കേൾപ്പിച്ചു. സ്റ്റേജിലേക്ക് മറിയവും ദാവീദും റിബേക്കയും ജോനഥാനും വന്നതിനു ശേഷം ആരോഹാൻ 2 ഗ്ലാസ് വീഞ്ഞിൽ മുകളിൽ കൈകൾ വെച്ച് 7 അനുഗ്രഹങ്ങൾ ആലാപിച്ച് അവർക്കായി വീഞ്ഞു നൽകി. പുരാതന കാലത്തെ യാതനകൾ മറക്കാതിരിക്കുക എന്നതിന്റെ അടയാളമായി സ്റ്റാമ്പുകൾ ഒട്ടിച്ച ഗ്ലാസ് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന് വെച്ചത് ദാവീദ് ചവിട്ടിപ്പൊട്ടിച്ചു. മറ്റൊന്ന് ജോനഥാനും. അതിനുശേഷം ദാവീദും മിറിയവും ജോനഥാനും റിബേക്കയും സിവിൽ വിവാഹരേഖകളിൽ ഒപ്പുവെച്ചു. ജൂതവിവാഹം പൂർത്തിയാകുന്നത് ഇച്ച്ഡ എന്ന ചടങ്ങോടുകൂടിയായതിനാൽ വരനും വധുവും വരന്റെ റൂമിലേക്ക് പോകണമെന്നതാണ്. ദാവീദ് മിറിയത്തെ നോക്കി അവളുടെ കൈ പിടിച്ചകത്തേക്ക് നടന്നു. റൂമിലെത്തിയപ്പോൾ മിറിയം ബെഡിൽ ചെന്ന് കിടന്നു. യാഹേ, നമ്മുടെ വിവാഹം എത്ര സിമ്പിളാണ് ദാവി. കേരളത്തിലായിരുന്നെങ്കിൽ രാത്രിയാണൊന്ന് റെസ്റ്റ് എടുക്കാൻ കിട്ടുക. നോ മിന്നുകെട്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യൽ, മിറിയം പറഞ്ഞു. ഇനി ഫുൾ റെസ്റ്റ്. ദാവീദ് ചെന്ന് അവളുടെ അടുത്ത് കടന്നു. അങ്ങനെ എസ്തേർ യഹൂദ വിശ്വാസം അനുസരിച്ച് ഇമ്മാനുവേലിന്റെ ഭാര്യയായിരിക്കുന്നു. ദാവീദ് മിറിയത്തെ നോക്കി. അതിനേക്കാൾ എസ്തേർ വീണ്ടും ഇമ്മാനുവേലിന്റെ കുഞ്ഞിന്റെ അമ്മയാകുന്നു. മിറിയം ദാവീദിനോട് ചേർന്ന് കിടന്ന് പറഞ്ഞു. ദാവി, അങ്ങനെ നമ്മൾ ഒന്നായിരിക്കുന്നു. നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. മിറിയം വിശ്വാസം വരാതെ ദാവീദിനെ നോക്കി. ഇനി ഒരിക്കലും നമ്മൾ പിരിഞ്ഞു പോകില്ല പഗ്.
അവൻ മെറിയത്തിന്റെ കൈ പിടിച്ച് അവൻ ഇട്ടുകൊടുത്ത മോതിരം നോക്കി. ഇതെന്റെ രക്ഷാമോതിരമാണ്, ഏറ്റവും വിലപ്പെട്ടത്, എന്റെ ജീവന്റെ വില. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും വിലപ്പെട്ടത് നൽകി ഭാര്യയായി സ്വീകരിക്കണമെന്നാണ്. ഞാൻ എന്റെ ജീവന്റെ വില നൽകിയാണ് നിന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ മിറിയം ദാവീദിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. എന്റെ ജീവനും നീയാണ് ദാവി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനും അവളും ഇപ്പോൾ സന്തോഷിക്കുമായിരിക്കും. റൂമിലെത്തിയപ്പോൾ റിബേക്ക പറഞ്ഞു, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും തല്ലിക്കെടുത്തിയിട്ട് അവർ രണ്ടുപേരും സന്തോഷിക്കുന്നു. റിബേക്ക, താനൊന്ന് റിലാക്സ് ആവ്. എങ്ങനെ ജോ? അവൾ അവനെ നോക്കി. ഞാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥാനത്ത് അവൾ ദാവീദിന്റെ ഭാര്യയായിട്ട്, ഈ ഏതൻ ഹൗസിന്റെ യഹൂദ വംശത്തിന്റെ രാജ്ഞിയായിട്ട്. സെഹ്റ, ഇപ്പോൾ നമ്മളെല്ലാം അവളുടെ കാൽ കീഴിൽ. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. മിറയായിട്ടും റിബേക്കയായിട്ടും ഒന്നും എന്റെ മനസ്സറിഞ്ഞെനിക്ക് നേടാനായില്ല. റിബേക്ക ദേഷ്യത്തോടെ ബെഡിലിരുന്നു. റിബേക്ക, ഇന്നത്തോടെ നമ്മുടെ ഇവിടെയുള്ള തടവ് കഴിയും. നാളെ നമ്മൾ പോകും. ഇവിടുന്ന് പോയി നമുക്ക് ബാക്കിയെല്ലാം തീരുമാനിക്കാം. ഇവിടെ നമ്മുടെ പ്രാർത്ഥനയൊന്നും വിശദമായി നടക്കില്ല. മിറിയം ആ കുഞ്ഞിന് ജന്മം നൽകില്ല. അഥവാ നൽകിയാലും ആ കുഞ്ഞ് അവർക്കൊപ്പം വളരില്ല. കൊന്നുകളയും നമ്മൾ. ഞാൻ ഇതിനകത്ത് പെട്ടുപോയതുകൊണ്ട് പ്രാർത്ഥനകളൊന്നും നടക്കുന്നില്ല. ഇവിടുന്നിറങ്ങി നമ്മൾ മറ്റൊരു ഇരുണ്ട ഭൂമി സൃഷ്ടിക്കുന്നു. വേണം ജോനഥാൻ, അവൾ ഇവിടുത്തെ രാജ്ഞിയായെങ്കിൽ എനിക്ക് അവിടുത്തെ രാജ്ഞിയാകണം. എന്റെ ദാവീദിനെ തട്ടിയെടുത്തവളെ എനിക്കില്ലാതെയാക്കണം. റിബേക്കയുടെ മനസ്സിൽ മിറിയത്തിനോടുള്ള വെറുപ്പ് കൂടി. ആര്യൻ വന്ന് ദാവീദിന്റെ റൂമിന്റെ ഡോറിൽ തട്ടി. തുറന്നോളൂ, ദാവീദ് പറഞ്ഞു. ആര്യൻ വാതിൽ തുറക്കുമ്പോൾ മിറിയം കണ്ണാടിയിൽ നോക്കി മുടി ചീകുകയായിരുന്നു. ദാവീദ് ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. സാറിനെയും മാഡത്തെയും റൂമിലേക്ക് വിട്ടത് ഇവിടെ തന്നെ ഇരുന്ന് റൊമാൻസ് കാണിക്കാനല്ല, ഒരു ഗ്യാപ്പ് തന്നപ്പോ. ആര്യൻ ചിരിച്ചു. താഴെ ഗസ്റ്റൊന്നും പോയിട്ടില്ല. നീ പൊയ്ക്കോ, ഞങ്ങൾ വരാം, ദാവീദ് പറഞ്ഞു. എനിക്ക് വേറെ പണിയുണ്ട്. ജോനഥാനും റിബേക്കയ്ക്കും മണിയറ ഒരുക്കണം. നിങ്ങൾക്ക് പിന്നെ വേണ്ടല്ലോ. അതൊക്കെ ആദ്യമേ കഴിഞ്ഞ് റിസൾട്ടും ഒന്ന് പാസ്സായല്ലോ. ആര്യൻ സേറയുടെ അടുത്തേക്ക് പോയി. കുറെ കരിഞ്ഞെങ്കിലും ലാസ്റ്റ് ഫലമുണ്ടായല്ലോ. ആര്യൻ അവളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ഇനി വേഗം ഞങ്ങളുടെ ബേബിയെ ഇങ്ങത്താ. ആര്യ, നീ ഇനി നാട്ടിലേക്ക് പോകണ്ട, മിറിയം പറഞ്ഞു. നോ, പോകുന്നില്ല. എന്റെ ഇവിടുത്തെ കാലാവധി നീട്ടിത്തരാൻ നിന്റെ കെട്ടിയവനോട് പറയ് നീ. ഞാൻ ഇവിടെ ബേബിയെ നോക്കിയിരുന്നോളാം. നോ, ദാവീദ് പറഞ്ഞു. നിനക്ക് ഡ്യൂട്ടി മെറിയത്തെ നോക്കാനാണ്. ഞാനും ആരോണും കുറച്ച് ഡേയ്സ് ബിസിയാകും. നീ വേണോ ഇവിടെ? ഇവളെവിടെ പോകുമ്പോഴും. നിന്റെ ലൈസൻസിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. നിങ്ങളെവിടെ പോകുന്നു? മിറിയം ചോദിച്ചു. സ്കോട്ട്ലാൻഡ്. എന്തിന്? ആവശ്യമുണ്ട് മിറിയം. ജോനഥാന് പിന്നാലെ ഓടാനാണോ? ആര്യൻ ചോദിച്ചു. അല്ല, ബിസിനസിന്റെ ആവശ്യത്തിനായാണ്. ശരി, ഞാൻ പോവാ. നിങ്ങൾ താഴേക്ക് വന്നേക്ക്. ആര്യൻ പോയപ്പോൾ മിറിയം ദാവീദിന്റെ അടുത്ത് വന്നിരുന്നു. എന്തിനാ സ്കോട്ട്ലാൻഡ് പോകുന്നത്? ഇരുണ്ട ഭൂമിയുമായി ബന്ധപ്പെട്ട് കുറച്ച് രേഖകൾ കിട്ടാനുണ്ട്. അത് ജോനത്താന്റെ മമ്മയുടെ കയ്യിലാണ്. അതെനിക്ക് വേണം. നാളെ ഇവിടുന്ന് അവർ പോകും. പോയാൽ വേണ്ട ദാവി. റിബേക്ക എത്രയായാലും ആൽവിൻ ഞങ്ങളുടെ മകളാണ്. നമ്മളിൽ ഒരാളാണ്. നമുക്ക് താഴേക്ക് പോകാം. ദാവീദ് എഴുന്നേറ്റു. മിറിയവും. ഹലോ മക്കളെ, താഴേക്ക് ചെല്ല്. ആര്യൻ ജോനത്താന്റെ റൂമിലേക്ക് ചെന്നു. എന്തിനാ? ഈ റൂം ഒരുക്കണം. ഇന്ന് ആദ്യ രാത്രിയല്ലേ? ആര്യൻ ചിരിച്ചു. മറ്റവർക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് താഴേക്ക് ചെല്ല്. നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. റൂമൊന്നും ഒരുക്കണ്ട, റിബേക്ക പറഞ്ഞു. റിബേക്ക, അങ്ങനെ പറയല്ലേ. നീ എനിക്ക് സേറയെ പോലെയാണ്. ചെല്ല് ചെല്ല്. വാ റിബേക്ക. ജോനഥാൻ നടന്നു. പിന്നാലെ റിബേക്കയും. ജോ, പറ്റിയാൽ ഇവനെ ആദ്യം തീർക്കണം. ആ ലക്കി അങ്കിളിന്റെ എല്ലാ സ്വഭാവവും കിട്ടിയിട്ടുണ്ട് ഇവന്. റിബേക്ക റൂം ഒരുക്കാൻ വന്നവർക്ക് നിർദ്ദേശം നൽകുന്ന ആര്യനെ നോക്കി പറഞ്ഞു. എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉള്ളത്. റൂമൊക്കെ നന്നായി ഒരുക്കണം. ആര്യൻ എല്ലാവരോടും മലയാളത്തിൽ പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇനിയിപ്പോ ഇത് ഹീബ്രുവിൽ പറയാൻ എനിക്കറിയില്ലല്ലോ. എന്തു വേണേലും കാണിച്ചോ. അവൻ അവിടെ നിന്ന് നടന്നു. ഇനി നന്നാകൂടെ നിദ്ര പോയിക്കൂന്ന് പറഞ്ഞാലോ? അന്നേരമാണ് സോഫി വരുന്നത് അവൻ കണ്ടത്. സോഫിയ, അവൻ ഈണത്തിൽ വിളിച്ചു. സോഫിയ, നിൽ. എന്താ ആരൻ? അവൾ ചോദിച്ചു. എന്റെ മോളെ ആരൻ എന്നല്ല, ആര്യൻ. രാ രാ, ഭാര്യയിലെ രാ. പറഞ്ഞേ. രാ, ആരൻ.
ആര്യൻ. ആര്യൻ, സോഫി പറഞ്ഞു. യെസ്, അതെന്നെ. എന്തിനാ എന്നെ വിളച്ചത്? വിളച്ചതല്ല, കൊയ്തത്. എടി, വിളിച്ചത്. ലീ വാ. അല്ല, ചളിയുടെ ലീ. വരവ്. എന്താ പ്രോബ്ലം? ആ റൂം ഒരുക്കണം. അവറ്റകൾക്ക് ഹീബ്രുവേ അറിയുള്ളൂ. ഓക്കെ. അവൾ റൂമിലേക്ക് പോയി. ഇവളെ മലയാളം പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഹീബ്രു പഠിക്കുന്നതാണ്. സോഫിയെ നോക്കി പറഞ്ഞുകൊണ്ട് ആര്യൻ നേരെ തിരിഞ്ഞപ്പോൾ കണ്ടത് ലക്കിയെയായിരുന്നു. ലക്കി അവനെ നോക്കി ചിരിച്ചു. എന്താടാ, നീ എപ്പോഴാ മലയാളം മാഷായത്? കുറച്ചു മുന്നേ. ലക്കിക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്? ഒന്നുമില്ലെങ്കിൽ പോയി ജാനുവിനോട് എന്തെങ്കിലും സംസാരിക്കേ, അപ്പോൾ പണിയായിക്കോളൂ. നീ എനിക്ക് പണിയുണ്ടാക്കാൻ നിൽക്കല്ലേ മോനെ, ലക്കി പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് എല്ലാവരും ഹാളിലിരിക്കുമ്പോൾ ജോനഥാനും റിബേക്കയും ഹാളിലേക്ക് വന്നു. ദാവീദ്, ഞങ്ങൾക്ക് പോകണം. എൻ്റെ ലീവ് കഴിയാറായി. ഇപ്പോൾ റിബേക്ക കൂടിയുള്ളതിനാൽ എനിക്ക് സ്റ്റേ മാറ്റണം. സോ ഇന്ന് തന്നെ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യവും ശരിയാക്കാമായിരുന്നു. യെസ് ദാവീദ്, ജോനഥാൻ പറഞ്ഞത് ശരിയാണ്. നഥാൻ ദാവീദിനെ നോക്കി. സ്റ്റേ എവിടെയാണ്? അതോ ഞാൻ റെഡിയാക്കണോ? വേണ്ട, അതൊക്കെ നോക്കാൻ എനിക്കറിയാം, ജോനഥാൻ പറഞ്ഞു. ഓക്കെ, സൗകര്യമുള്ള വീടായിരിക്കണം. റിബേക്ക ഞങ്ങൾക്ക് ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ദാവീദ് ജോനഥാനെ നോക്കി. ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങുകയാണ്, ജോനഥാൻ പറഞ്ഞു. ദാവീദ് മൂളി. ആരോൺ, സെക്യൂരിറ്റി റൂമിൽ വിളിച്ച് ഗേറ്റ് തുറക്കാൻ പറയൂ. ഓക്കെ. റിബേക്ക ബാഗിൽ തൻ്റെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് ബെഡിലിരുന്നു. എന്താ റിബേക്ക? ജോനഥാൻ ചോദിച്ചു. ഒന്നുമില്ല. നിനക്ക് ദാവീദിനോട് യാത്ര പറയാനുണ്ടെങ്കിൽ പോയി പറയൂ റിബേക്ക, ജോനഥാൻ അവളെ നോക്കി. മിറിയം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വയറിന്മേൽ കൈവച്ച് നിന്നു. നീ എന്താ ഈ നോക്കുന്നത്? ദാവീദ് അവൾക്ക് പിന്നിൽ വന്ന് നിന്നു. വയറെങ്ങാനും വലുതായോ എന്ന്. അത് കേട്ടപ്പോൾ ദാവീദ് അവളുടെ കൈമേൽ കൈവച്ച് കണ്ണാടിയിലൂടെ മിറിയത്തെ നോക്കി. മിറിയം ദാവീദിനെയും. അവൾ തിരിഞ്ഞു നിന്ന് ദാവീദിന്റെ നെഞ്ചിൽ തല ചായ്ച്ചു നിന്നു. പെട്ടെന്നാണ് റിബേക്ക ഡോറ് തുറന്നു വന്നത്. മിറിയം നേരെ നിന്ന് അവളെ നോക്കി. വരൂ റിബേക്ക, മിറിയം പറഞ്ഞു. ഇനി മുതൽ ഈ വാതിൽ തുറക്കുമ്പോൾ അനുവാദം വാങ്ങേണ്ടതാണ്. ദാവീദ് മാത്രമല്ല ഈ റൂമിലുള്ളത്. റിബേക്കയുടെ മുഖത്ത് ഒരു പരിഹാസത്തിന്റെ ചിരി വിടർന്നു. ഈ റൂമിന് ഇപ്പോഴാണ് മാറ്റം വന്നത്. എന്റെ സ്ഥാനത്ത് ഇവള്, മിറയുടെയും ഇമ്മാനുവലിന്റെയുമായിരുന്നു ഈ റൂം. അവിടെ വലിഞ്ഞുകയറി വന്നവൾ ഇവളാണ്. ഞാൻ പോവുകയാണ് ദാവീദ്, പക്ഷേ ഞാൻ തിരികെ വരും, എന്റെ സ്ഥാനം തിരികെ വാങ്ങാൻ. ദാവീദ്, ഇത്ര നാൾ നീ കണ്ട എന്റെ വെറും വേഷം മാത്രമായിരുന്നു. നിന്റെ കുഞ്ഞിനെ ഇവൾ ജന്മം നൽകില്ല. സേറ, നീയും നിന്റെ ഇമ്മാനുവലും നിങ്ങളുടെ ദൈവവും ജയിച്ചു എന്ന് നീ കരുതുന്നുണ്ടാകും. എങ്കിൽ തെറ്റി. ഒരിക്കൽ ഇവന്റെ കൈകൊണ്ട് നീയും നിന്റെ കുഞ്ഞും തീർന്നതാ എനിക്ക് വേണ്ടി. അത് ഇനിയുമുണ്ടാകും. പറയുന്നത് റിബേക്കയല്ല, ഇമ്മാനുവലിന്റെ ഭാര്യയായിരുന്ന മിറയാണ്. മിറ ഇമ്മാനുവലേഥൻ. 4 മാസങ്ങൾ കഴിഞ്ഞു. ദാവീദും ആരോണും സ്കോട്ട്ലാൻഡിലേക്ക് പോയി. ജോനഥാനും റിബേക്കയും ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഒരിടത്തേക്ക് താമസം മാറി. ഒപ്പം മെർലിനും എലീനയും. പതിയെ ജോനഥാനും റിബേക്കയും അവിടം രഹസ്യമായി മറ്റൊരു ഇരുണ്ട ഭൂമിക്കായി പ്രയത്നം തുടങ്ങിയിരുന്നു. ദാവീദില്ലാത്ത സമയം ജോനഥാനും റിബേക്കയും പതിയെ സാത്താന്റെ വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ തുടങ്ങി. മാഡം, കൂടിപ്പോയാൽ 4 മാസം. മുഴുവൻ ബ്ലോക്കിന്റെയും പണികൾ കഴിഞ്ഞ് ഇനോഗ്രേഷൻ നടത്താം, എഞ്ചിനീയർ മെറിയത്തോട് പറഞ്ഞു. അങ്ങനെ സ്പീഡിലാക്കാൻ വേണ്ടി അശ്രദ്ധ കാണിക്കരുത്. ഹോസ്പിറ്റലാണ്, ആൾക്കാർ ചികിത്സയ്ക്കായി വരുന്ന ഇടം. മിറിയം തന്റെ വയറിൽ കൈവച്ച് ഹോസ്പിറ്റലിലേക്ക് നോക്കി. മാഡം, ദാവീദ് സാർ. അയാൾ മിറിയത്തെ നോക്കി. ദാവീദ് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എവിടെ? അയാൾ വീണ്ടും ചോദിച്ചു. അത് താങ്കൾ അറിയേണ്ട കാര്യമില്ല എഞ്ചിനീയർ. മിറിയം അയാളെ നോക്കി. സോറി മാഡം, അയാൾ നിരാശയോടെ പറഞ്ഞു. മിസ്റ്റർ, താങ്കൾ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ദാവീദ് ഇല്ലെന്ന് കരുതി ഒരു ഉഴപ്പും കാണിക്കരുത്. ദാവീദ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും. ദാവീദിന്റെ സ്വഭാവം അറിയാമല്ലോ. സേറ, ആര്യൻ അവിടേക്ക് വന്നു. ടൈം ഒരുപാടായി. നിന്റെ കേറ്റ് രാജകുമാരി വിളിച്ചു, ഒരു സ്വസ്ഥതയും തരുന്നില്ല. പോകണ്ടേ? രാത്രിയായി. പോകാം ആര്യൻ, നമുക്കൊന്ന് മെൽക്കിഷ്വ വരെ പോകണം. അത് കേട്ടപ്പോൾ എഞ്ചിനീയർ അവളെ നോക്കി. ഈ നേരമോ? ആര്യൻ ചോദിച്ചു. ആര്യ,
ദാവീദില്ലാത്ത നേരം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. അതെനിക്ക് നോക്കണം. ഇപ്പോൾ എന്തിനു പോകണം? ആര്യ, ജോനത്താനെയും റിബേക്കയും ഒന്ന് കാണാമല്ലോ. കുറെ ആയില്ലേ കണ്ടിട്ട്. അതെ, വിവരം പോയി അന്വേഷിക്കേണ്ട വിത്തുകൾ തന്നെയാണ് അവർ. വാ പോകാം. ഓക്കെ എഞ്ചിനീയർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. മെറിയം അയാളെ ഒന്ന് തുറച്ചു നോക്കി ആര്യനൊപ്പം നടന്നു. സെറാപ്പി, നീ എന്തിനാ അയാളോട് ഇങ്ങനെ റഫായിട്ട് സംസാരിക്കുന്നത്? എന്തോ അയാളെ എനിക്ക് പിടിക്കുന്നില്ല. ഒരുമാതിരി സംസാരം. നിനക്കും ദാവീദിന്റെ സ്വഭാവം തുടങ്ങിയോ? എല്ലാവരെയും ഒരു സംശയം. ഇതേ വംശത്തെ നഥാൻ അങ്കിളും ഭരിച്ചതാണ്. പിന്നെന്താ? നഥാൻ അങ്കിൾ അല്ല ദാവീദ്. അങ്കിളിനെ പോലെ സോഫ്റ്റ് ആവാൻ അവനെ കിട്ടില്ല. ജോഷ മരിച്ച ശേഷം, ഇരുണ്ട ഭൂമി പ്രളയമെടുത്ത ശേഷം സാത്താന്റെ ലോകം ഇല്ലെന്ന് കരുതിയത് തെറ്റിയില്ലേ ആര്യ? ജോനഥാൻ, മെർലിൻ, എലീന, റിബേക്ക അവരിപ്പോൾ മെൽക്കിഷ്വായിൽ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ അവസാനിപ്പിക്കും? ആര്യൻ ചോദിച്ചപ്പോൾ മെറിയം അവനെ നോക്കി ചിരിച്ചു. അതിനുള്ള ആള് വരും. മെറിയം വയറിന്മേൽ കൈവച്ച് അവനെ നോക്കി. എന്റെ ബേബീനെ വെച്ചിട്ടാണോ നിങ്ങളുടെ കളി? കാറിൽ കയറുമ്പോൾ ആര്യൻ ചോദിച്ചു. ഞാൻ ഈ കളിയിലില്ല ആര്യ. മെറിയം സീറ്റ് ബെൽറ്റ് ഇട്ടപ്പോൾ ആര്യൻ കാർ സ്റ്റാർട്ട് ചെയ്തു. മെൽക്കിഷ്വായിൽ പോകണമെന്ന് നിർബന്ധമാണോ സേറ? യെസ്. എന്തിന് പോകണം ആര്യ? ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണം. ഇല്ലെങ്കിൽ അവർ പൂർണ്ണമായും സാത്താന്റെ വഴിയിൽ പോകും. ഇടയ്ക്കിടയ്ക്ക് ഞാനോ ദാവീദോ പോകുന്നത് അവരിലൊരു ഭയമുണ്ടാക്കും. അവർക്കറിയാം ശിക്ഷ എന്തെന്ന്. ഓക്കെ, ഇനി ഏത്തനിലെ സാറ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെന്ന് വേണ്ട. ആര്യൻ കാറ് തിരിച്ചു. ആരോൺ ഒരു ഫയൽ എടുത്ത് മറിച്ചു നോക്കി മേശമേലിട്ടു. അവന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുക എന്നാൽ? ആരോൺ ദാവീദിനെ നോക്കി. കയറണം. ഇത്ര നാൾ നമ്മൾ കാത്തിരുന്നില്ലേ? ബട്ട് ഇവിടുത്തെ നിയമം ക്രിമിനൽ കേസാണ് ദാവി. അറിയാം, ഒരാൾ പോലും അറിയാതെ നമുക്ക് കയറിയേ പറ്റൂ. പക്ഷേ ഇവിടെല്ലാം അവന്റെ ആൾക്കാർ കാവൽ കാണും. ആ വീടിന് കാവലായിട്ട് ഒരിക്കൽ പോയപ്പോൾ കണ്ടതല്ലേ. അങ്ങനെ പേടിച്ച് പിന്മാറാൻ കഴിയില്ലല്ലോ. ആ ഹോസ്പിറ്റൽ അവിടെ ഉയർന്നു കഴിഞ്ഞാൽ മെർലിൻ തനിക്ക് ആ മണ്ണിൽ അവകാശമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. കോടതിയിലെത്തിയാൽ ഹോസ്പിറ്റൽ ഇനോഗ്രേഷൻ സ്റ്റേ ചെയ്യപ്പെടും. അറിയാമല്ലോ, കോടതി കാര്യങ്ങളിൽ എൻ്റെ സ്വാധീനം നടക്കില്ലെന്ന്. ശരി, പോകാം, ആരോൺ പറഞ്ഞു. പക്ഷേ ഇത് മോഷണമല്ലേ ദാവി? അല്ല, മോഷണമല്ല, മോക്ഷം കൊടുക്കലാണ്. ദാവീദ് എഴുന്നേറ്റ് ആരോണിനെ നോക്കി. ഇപ്പോഴോ? ദാവീദിന്റെ നോട്ടത്തിന്റെ അർത്ഥം ആരോൺ തിരിച്ചറിഞ്ഞു. യെസ്, നൗ. നമ്മൾ ഇസ്രായേലിൽ നിന്ന് വന്ന് എത്ര മാസമായെന്നറിയാമോ? അടുത്തത് മെറിയത്തിന് 5-ാം മാസമാണ്. ഞാൻ എന്തായാലും ഇസ്രായേലിൽ വേണം. ഓക്കെ, നീ വരണ്ട, ഞാൻ പോകാം. നിന്നെ അവർ തിരിച്ചറിഞ്ഞാലോ? ഇല്ല, ഞാനുമുണ്ട്. ജോനത്താന്റെ വീട് കണ്ടിരിക്കാമല്ലോ. ആരോൺ ഒന്ന് മൂളി. ജോനത്താന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ ദാവീദ് കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. എന്തോ ആലോചിക്കുകയാണെന്ന് കരുതി ആരോൺ ഒന്നും സംസാരിച്ചില്ല. പെട്ടെന്നാണ് ദാവീദിന്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ കണ്ണു തുറന്ന് ഫോണിലേക്ക് നോക്കി. അവന്റെ മുഖത്തൊരു ചിരി വിടർന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സാറ? ദാവീദ് ചിരിച്ചു. മേലേക്ക് എവിടേക്കോ യാത്രയാണെന്ന് തോന്നുന്നു, മെറിയം ചോദിച്ചു. ജോനത്താന്റെ വീട്ടിലേക്ക്. എങ്കിൽ ഞാനൊന്ന് ജോനത്താനെ കണ്ടുവരാം. മെറിയം ചിരിച്ചു. സൂക്ഷിച്ചു പോണം. ആര്യനില്ലേ കൂടെ? ഉണ്ട് ദാവി. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. 1 മിനിറ്റ്. പഗ്, എൻ്റെ കുഞ്ഞു പഗിന് സുഖമല്ലേ? സുഖമായിരിക്കുന്നു. ഇടയ്ക്ക് ചോദിക്കുന്നു മമ്മ അബ്ബ എപ്പോൾ വരുമെന്ന്. മെറിയം തൻ്റെ വയറിന്മേൽ കൈവച്ച് ദാവീദിനോട് ചോദിച്ചു. കുഞ്ഞു പഗ്, അബ്ബ വേഗം വരും, ദാവീദ് പറഞ്ഞു. ശരി പഗ്, പിന്നെ വിളിക്കാം. ശരി ദാവി, ടേക്ക് കെയർ. മെറിയം കോൾ കട്ട് ചെയ്തു. കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. ദാവീദ് വിൻഡോ തുറന്ന് പുറത്തെ കാഴ്ചകൾ നോക്കി. മൽക്കി ഷാവയുടെ പ്രധാന കവാടം കടന്ന് ഏത്തനിലെ കാറ് പുറത്തുപോയി. കാറ് കണ്ടതും വഴി കച്ചവടക്കാരെല്ലാം എഴുന്നേറ്റ് നിന്നു. സാധാരണക്കാര് വസിക്കുന്ന ആ പട്ടണത്തിൽ അവരുടെ വംശത്തിന്റെ രാജകുടുംബത്തിലെ ഒരു വാഹനം വന്ന് നിന്നത് ചിലർ ആശ്ചര്യത്തോടെ നോക്കി, ചിലർ ഭയത്തോടെയും. ഡോറ് തുറന്ന് മെറിയം ഇറങ്ങിയതും പ്രാർത്ഥനയിലായിരുന്ന ജോനത്താന് ചുറ്റും മെഴുകുതിരികളിലെ വെളിച്ചം കെട്ടു. ജോനത്താൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ചുറ്റും നിന്നവരെല്ലാം തല താഴ്ത്തി അവളെ വണങ്ങി. മെറിയം ചുറ്റും നോക്കി. ചിലരുടെ കണ്ണുകളിൽ ആകാംക്ഷയും ആശ്ചര്യവും, ചിലരുടെ കണ്ണുകളിൽ അവൾ ഭയവും കണ്ടു. എല്ലാവരും അവൾക്ക് മുന്നിൽ വന്ന് നിന്ന് അവളെ നോക്കി.
എല്ലാവരുടെയും ജീവിതം നന്നായി പോകുന്നുവെന്ന് കരുതുന്നു? മറിയം എല്ലാവരോടുമായി ചോദിച്ചു. അതെ സാറാ, എല്ലാവരും ഒരുമിച്ച് മറുപടി പറഞ്ഞു. എങ്കിലും എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുകയാണ്. യഹൂദന്മാർ യഹോവ കാണിച്ച വഴിയിലൂടെ നടക്കുന്നവരാണ്. ഏക ദൈവവിശ്വാസികൾ, ദൈവത്തിന്റെ ജനങ്ങൾ, ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട ജനങ്ങൾ. നമ്മളെ വഴിതെറ്റിക്കാൻ മനുഷ്യരൂപത്തിൽ ജനിച്ച സാത്താന്റെ സന്തതികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ വഴി സ്വീകരിക്കാതിരിക്കുക. സ്വീകരിച്ചാൽ ശിക്ഷ മരണമായിരിക്കും. മറിയം പറഞ്ഞു നിർത്തി. താൻ പറഞ്ഞത് അധികമാർക്കും ഇഷ്ടമായില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ജോനഥാൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് റിബേക്ക അവന് പിന്നാലെ ചെന്നു. ബാൽക്കണിയിൽ നിന്ന് ജോനഥാൻ താഴേക്ക് നോക്കി. ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന മറിയത്തെ അവൻ കണ്ടു, ആര്യനെയും. റിബേക്ക ജോനഥാൻ നോക്കുന്നിടത്തേക്ക് നോക്കി. റിബേക്കയുടെ കണ്ണുകൾ ചെന്നത് മറിയത്തിന്റെ വയറ്റിലേക്കായിരുന്നു. ദാവീദിന്റെ കുഞ്ഞ്, ഏഥനിലെ വിശുദ്ധ കുഞ്ഞ്, യഹൂദ വംശത്തിന്റെ രാജാവിന്റെ കുഞ്ഞ്. മറിയം ആ കുഞ്ഞിന്റെ അമ്മ, ദാവീദിന്റെ ഭാര്യ. അവളുടെ മനസ്സിൽ അസൂയ നുരഞ്ഞു പൊന്തി. ജോനഥാൻ റിബേക്കയുടെ കൈകളിൽ കൈവച്ച് അവളെ നോക്കി വേണ്ടെന്ന് തലയാട്ടി. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം തകർന്നുപോയ ഇരുണ്ട ഭൂമി പുനഃസ്ഥാപിക്കുക എന്നതാണ്. അത് നടക്കട്ടെ റിബേക്ക, നമ്മൾ അതിൽ പാതിയും വിജയിച്ചിരിക്കുന്നു. മറിയം ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ആര്യനൊപ്പം വരുന്ന മറിയത്തെ കണ്ടപ്പോൾ ജോനഥാൻ പറഞ്ഞു. എലീന ചെന്ന് ഡോറ് തുറന്നപ്പോഴാണ് ആര്യനൊപ്പം നിൽക്കുന്ന മറിയത്തെ കണ്ടത്. നീയോ? എലീന അവളെ നോക്കി. അതെ എലീന ആന്റി, ഞാൻ തന്നെ. അവൾ അകത്തേക്ക് ചെന്നു. ആര്യനും ജോനഥാനും റിബേക്കയും കോണിപ്പടികൾ ഇറങ്ങി വന്നു. എന്താ ഈ നേരത്ത് സേറ ഇവിടെ? റിബേക്ക ചോദിച്ചു. എന്താ റിബേക്ക, എനിക്ക് വന്നുകൂടെ? വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുക? സേറ ഇരിക്കേ, മെർലിൻ പറഞ്ഞു. സേറ സോഫയിലിരുന്നു. ആര്യനും. സേറ ഇങ്ങോട്ടായി വന്നതാണോ? ജോനഥാൻ അവൾക്ക് മുന്നിൽ വന്നിരുന്നു. യെസ്, നിങ്ങളെയെല്ലാം കാണാൻ. അവിടേക്ക് വിളിച്ചാൽ നിങ്ങൾ വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളെ കണ്ട് വിവരങ്ങളെല്ലാം അന്വേഷിക്കാൻ പറഞ്ഞു ദാവീദ്. ഓ, ദാവീദിന് അതിനെല്ലാം നേരമുണ്ടോ? റിബേക്ക മറിയത്തെ നോക്കി. എന്നിട്ട് ഗർഭിണിയായ ഭാര്യയാണോ വിശേഷം അറിയാൻ അയച്ചത്? ദാവീദ് ഇവിടില്ല, സ്കോട്ട്ലാൻഡ് പോയിരിക്കുക. മറിയം ജോനഥാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സ്കോട്ട്ലാൻഡിലോ? ജോനഥാന്റെ മെർലിന്റെ മുഖം മാറി. ജോനഥാന്റെ വീടിനു മുന്നിൽ കാർ നിന്നപ്പോൾ ആരോണും ദാവീദും കാറിൽ നിന്നിറങ്ങി. ദാവീദ് ചുറ്റും നോക്കി. സമയം രാത്രിയോടടുക്കുന്നു. കാറ് കണ്ടപ്പോൾ 1-2 പേരവരെ നോക്കിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്കോട്ട്ലാൻഡ് പോലീസിന്റെ ഒരു വാഹനം അവിടെ വന്നു നിന്നു. പോലീസ്? ആരോൺ നോക്കി. ഡോറ് തുറന്നിറങ്ങിയ പോലീസ് ദാവീദിന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നത് ആരോൺ നോക്കി നിന്നു. അവർ മുന്നോട്ട് നടന്നപ്പോൾ ദാവീദ് ആരോണിനെ നോക്കി. വാ ആരോൺ. ദാവീദ് അവനെ നോക്കി ചിരിച്ചു. ഇനി മോഷണമാകില്ലല്ലോ. അവർ പോലീസിനൊപ്പം ചെന്നു. പോലീസ് അവർക്കായി വാതിൽ തുറന്നുകൊടുത്തു. ദാവീദും ആരോണും അകത്തേക്ക് കടന്നു. മെർലിൻ ഒരു ട്രേയിൽ ജ്യൂസ് കൊണ്ടുവന്നു. മറിയം അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്തു. ആര്യൻ അവളെ ഒന്ന് നോക്കി. മറിയം യാതൊരു ഭയവുമില്ലാതെ ജ്യൂസ് കുടിച്ചു. പേടിയോടെ ആര്യനും. പെട്ടെന്നാണ് ജോനഥാന്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോൺ എടുത്തു. അപ്പുറത്ത് നിന്നുള്ള വാക്കുകൾ കേട്ടപ്പോൾ ജോനഥാൻ മറിയത്തെ നോക്കി. ജ്യൂസ് കുടിക്കുകയായിരുന്നെങ്കിലും മറിയത്തിന്റെ കണ്ണുകൾ ജോനഥാന്റെ മുഖത്തായിരുന്നു. ജോനഥാൻ ദേഷ്യത്തോടെ ഫോൺ മേശമേൽ വെച്ചു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. മറിയം എഴുന്നേറ്റു. കാണാം ജോ. മറിയം ജോനഥാനെ നോക്കി. മറിയവും ആര്യനും പോയപ്പോൾ ജോനഥാൻ സോഫയിലേക്കിരുന്നു. മമ്മ, ദാവീദ് സ്കോട്ട്ലാൻഡ് ഗവൺമെന്റിന്റെ അനുവാദത്തോടെ നമ്മുടെ വീട് തുറന്നിരിക്കുന്നു. വാട്ട്? മെർലിൻ വിശ്വാസം വരാതെ ജോനഥാനെ നോക്കി. അതെ മമ്മ, ഇത്രയും കണ്ണിങ്ങായ ഭർത്താവിനെയും ഭാര്യയെയും ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് മറിയം. ഭർത്താവ് അവിടെ നമ്മളെ പൂട്ടിയപ്പോൾ ഭാര്യ ഇവിടെ നമുക്ക് ലോക്കിട്ടിരിക്കുന്നു, മുന്നിൽ വന്നിരുന്ന്. ഒരു വഴിക്ക് പോയാൽ ആ വഴിക്ക് തന്നെ. മറിയം വന്ന് കയറിയ ഉടൻ കേറ പറഞ്ഞു. നീ മാത്രമല്ല സേറ, ഒരാൾ കൂടി ഉണ്ട് നിനക്കൊപ്പം. നേരത്തിന് ഭക്ഷണം കഴിക്കണമെന്നൊന്നും ഇല്ലേ നിനക്ക്? കേറ, അക്കു അവളെ വിളിച്ചു. അവൾക്കറിയാം അവൾ ഗർഭിണിയാണെന്ന്. നീ ഇങ്ങനെ പറയണ്ട. അല്ല, ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ പപ്പയും ഭർത്താവും നിന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുവല്ലേ. നിന്റെ അബ്ബ ഫ്രീ ആക്കി വിടാഞ്ഞതുപോലെ അല്ല ഞാൻ, അക്കു പറഞ്ഞു. നീ എവിടെ പോയതാ മോളെ? നഥാൻ ചോദിച്ചു. സൈറ്റ് വരെ അങ്കിൾ. ദാവി പറഞ്ഞതുകൊണ്ട് പോയതാ. എങ്കിൽ ഞാൻ പോവില്ലേ മോളെ? നഥാൻ അവളെ നോക്കി. അത് സാരമില്ല.
സാരമുണ്ട്. കാതറിൻ അവിടേക്ക് വന്നു. എമി, നിനക്ക് റെസ്റ്റ് പറഞ്ഞ സമയമല്ലേ മോളെ? ദാവിയെ നോക്കണ്ട, അവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനല്ല ഞാനും കേറയും. ഞങ്ങൾ ചോദിക്കും, ചീത്ത പറയും. ഓക്കെ, ഞാൻ ഫ്രഷായി വരാം, എനിക്ക് വിശക്കുന്നുണ്ട്. മറിയം റൂമിലേക്ക് പോയി. എനിക്കും വിശക്കുന്നുണ്ട്, കഴിച്ചിട്ട് ഫ്രഷാകാം, ആര്യൻ പറഞ്ഞു. പോടാ, പോയി കുളിക്ക്. കേറ ചിരിച്ചു. ഓക്കെ, ഇനി കുളിച്ചില്ലെന്ന് വേണ്ട. ആര്യൻ പോയി. ഹിമൻ ലക്കിയെ പോലെ തന്നെ, അക്കു പറഞ്ഞു. കാതറിൻ ദാവിയെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ലക്കിയായിരുന്നല്ലോ കൂടെ. ഞാൻ നഥാന്റെ ഒപ്പം ഇവിടെയും. ചരിത്രം ആവർത്തിക്കുവോ? അടുത്ത വിശുദ്ധൻ? തിരികെ വരുമ്പോൾ ദാവീദ് ഫയൽ മറിച്ചു നോക്കി. അങ്ങനെ അതും നമ്മുടെ കയ്യിൽ. ഇരുണ്ട ഭൂമി. നമ്മൾ എന്നാണ് തിരിക്കുന്നത്? ആരോൺ ചോദിച്ചു. എത്രയും വേഗം വേണം. അവിടെ എത്തി കുറച്ച് കാര്യങ്ങൾ കൂടി ഉടൻ ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ആരോൺ പറഞ്ഞു. ദാവീദ് പുറത്തേക്ക് നോക്കിയിരുന്നു. ദാവി? ദാവീദ് മൂളി. നിനക്ക് ഭയമുണ്ടോ നിന്റെ ബേബി നിന്നെപ്പോലൊരു വിശുദ്ധനാകുമെന്ന്? എൻ്റെ അബ്ബയും അമ്മയും അനുഭവിച്ചത് എന്താണെന്ന് ഞാനിപ്പോൾ അറിയുന്നുണ്ട് ആരോൺ. എൻ്റെ കുഞ്ഞ് വിശുദ്ധ രക്തമാണെങ്കിൽ അവളുടെ രക്തത്തിനു വേണ്ടിയാകും സാത്താൻ്റെ കളികൾ. സാത്താന് വേണ്ടത് എൻ്റെ പകിനെയും കുഞ്ഞിനെയുമാകും. ഒരിക്കൽ എൻ്റെ കൈകൊണ്ട് അവളുടെ രക്തം വീഴ്ത്തിയതാണ് സാത്താൻ. ദാവീദ് പുറത്തേക്ക് നോക്കിയിരുന്നു. എനിക്ക് പക്ഷേ ഏറ്റവും പേടി മറിയത്തെയാണ്. കുഞ്ഞിനെ രക്ഷിക്കാൻ അവൾ എന്തും ചെയ്യും. പേടിക്കണ്ട, അവൾ എന്തായാലും മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല. ആരോൺ ദാവീദിനെ നോക്കി. പേടിക്കേണ്ടത് യഥാർത്ഥത്തിൽ റിബേക്കയാണ്. ഇപ്പോ ഒതുങ്ങിയിരിക്കുന്നത് നോക്കണ്ട. ദാവീദ് മോളി. ആരോൺ പറഞ്ഞത് കാര്യമാണെന്ന് അവന് മനസ്സിലായി. ശരിയാണ്, പക്ഷേ ഇവായെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. ദാവീദിന്റെ മനസ്സ് ഒരു യുദ്ധഭൂമിയായി. ഒരിക്കൽ ഞാൻ കാരണം ആത്മഹത്യ ചെയ്തവളാണ് മിറ. വീണ്ടും അവളെ കൊല്ലാൻ എനിക്കാകില്ല. ദാവീദ് കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. മറിയം ബാഗ് എടുത്ത് കോണിപ്പടികൾ ഇറങ്ങി വരുമ്പോൾ ആര്യൻ താഴെ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോളെങ്ങോട്ടാ? നഥാൻ അവളുടെ അടുത്തേക്ക് വന്നു. സൈറ്റിലേക്ക്. എന്നാൽ പോവണ്ട. എൻ്റെ മരുമകൾ കഴിഞ്ഞ 2 മാസമായി റെസ്റ്റില്ലാതെ നടക്കുന്നു. മറ്റു കുറച്ച് കാര്യങ്ങളിൽ തിരക്കായതുകൊണ്ടാണ് ഞാൻ നോ എന്ന് പറയാതിരുന്നത്. പക്ഷെ നൗ ഞാനും നിന്റെ പപ്പയും ഫ്രീ ആണ്. അതുകൊണ്ട് മോള് പോയി റെസ്റ്റ് എടുത്തോ. ഞാനും അക്കുവും പോയിക്കോളാം. ഓക്കെ, മറിയം ചിരിച്ചു. അപ്പോഴേക്കും അക്കു റെഡിയായി വന്നു. നീയുണ്ടോ ആര്യ? അക്കു ചോദിച്ചു. നോ, സേറാപ്പി എവിടെ? അവിടെ ആര്യൻ എന്നാണ് ദാവീദിന്റെ ഓർഡർ. ഓക്കെ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങുക. മറിയം കയ്യിലുണ്ടായിരുന്ന ഫയലെല്ലാം നഥാനെ ഏൽപ്പിച്ചു. നഥാൻ അത് തുറന്നു നോക്കി. ഇത് ഓഫീസിൽ നൽകേണ്ടതാണെങ്കിൽ? ഓക്കെ, ഞങ്ങൾ കൊടുത്തോളാം. അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ മറിയം റൂമിലേക്ക് പോയി. ആര്യൻ ചെന്ന് സോഫയിലിരുന്നു. എന്താ ആര്യ എങ്ങനെ ഇരിക്കുന്നത്? കാതറിൻ അവൻ്റെ അടുത്ത് വന്നിരുന്നു. ആൻറ്റി, ഒരു സംശയം ചോദിക്കട്ടെ? എന്താടാ? 5ാം മാസത്തിലല്ലേ കുഞ്ഞ് വിശുദ്ധനാണോ എന്നറിയാ? അന്നേരമാണ് മറിയം താഴേക്ക് കോണിപ്പടികൾ ഇറങ്ങി വന്നത്. ആര്യന്റെ ചോദ്യം കേട്ടപ്പോൾ മറിയം നിന്നു. അതെ, എന്താ ആര്യ? ബേബി വിശുദ്ധനാണെങ്കിൽ ബേബിയല്ലേ സാത്താന്റെ ആൾക്കാർ കൊല്ലാൻ നോക്കുക? അതിനാണോ നീ ടെൻഷൻ അടിക്കുന്നത്? ദാവിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോ ബേബിക്കും ഒന്നും സംഭവിക്കില്ല. നീ നിന്റെ അച്ഛനെ പോലെ തന്നെ. ഇടം വലം തിരിയാൻ നിന്റെ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടില്ല. നീയും അതുപോലെ തന്നെ. ആദ്യത്തെ ബേബിയല്ലേ ആന്റി? ആര്യൻ ചിരിച്ചു. മറിയം തിരിച്ച് കോണിപ്പടികൾ കയറി മുറിയിൽ ചെന്ന് നിന്ന് കണ്ണാടിയിലേക്ക് നോക്കി. മറിയം തന്റെ വയറ്റിൽ കൈവച്ച് നിന്നു. നീ വിശുദ്ധനായി ജനിക്കണ്ട, അവൾ സ്വയം പറഞ്ഞു. സർപ്രൈസ്! പെട്ടെന്ന് വാതിൽ തുറന്ന് ദാവീദ് പറഞ്ഞപ്പോൾ മറിയം വാതിലിലേക്ക് നോക്കി. ദാവി! അവൾ വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു. മെല്ലെ പഗ്! ദാവീദ് അവളെ കെട്ടിപ്പിടിച്ചു. എന്താ വരുന്നത് പറയാതിരുന്നത്? എങ്കിൽ എങ്ങനെ നിനക്ക് സർപ്രൈസ് തരാൻ പറ്റും? അവൻ വേഗം മുട്ടുകുത്തി നിന്ന് മറിയത്തിന്റെ വയറിന്മേൽ ചുംബിച്ചു. അബ്ബ വന്നു കുഞ്ഞു പഗ്. മറിയം ദാവീദിന്റെ മുടിയിൽ തലോടി ചിരിച്ചു. അബ്ബയെ മിസ് ചെയ്തോ? ചെയ്തു, കുഞ്ഞു പഗിനല്ല, പഗിന്. ദാവീദ് എഴുന്നേറ്റ് അവളെ നോക്കി. നിനക്കെന്നെ മിസ് ചെയ്യാത്ത നേരമുണ്ടോ? ദാവീദ് മറിയത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചു. ഞാൻ വേഗം ഫ്രഷായി വരാം. ഓക്കെ? ഓക്കെ. മറിയം ചെന്ന് ഷെൽഫ് തുറന്ന് ദാവീദിന്റെ ടവൽ എടുത്തു കൊടുത്തു.
മെറിയം ചെന്ന് ഫോൺ എടുത്ത് താഴേക്ക് വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ട്രെയിൽ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. മെറിയം ദാവീദിനുള്ള വസ്ത്രങ്ങളെടുത്ത് ബെഡിൽ വെച്ച് അടുത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് കുളി കഴിഞ്ഞിറങ്ങി വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞ് അവളുടെ അടുത്തിരുന്നു. പറയേ, ഞാനില്ലാതെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര ദിവസങ്ങൾ? ബോറായിരുന്നു. അവൾ എഴുന്നേറ്റ് ഫുഡ് എടുത്ത് വന്ന് അവൻ്റെ മടിയിൽ വെച്ചു. നീ കഴിച്ചോ? കഴിച്ചു. ഇപ്പോൾ വിശക്കുന്നില്ല. നീ കഴിച്ചോ? ക്ഷീണമുണ്ട് നിനക്ക്. വൊമിറ്റിംഗ് ഇപ്പോഴും ഉണ്ടോ? അന്നത്തേക്കാൾ കുറവുണ്ട് ദാവി. ആദ്യമൊക്കെ ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. അടുത്ത ചെക്കപ്പിന്റെ ഡേറ്റ് ആകുന്നതിന് മുന്നേ വന്നതാ ഞാൻ. ഒരുമിച്ച് പോകാം. ഇല്ലെങ്കിൽ ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയാം. നമുക്ക് അവിടേക്ക് പോകാം. ഓക്കെ, നിന്റെ ഇഷ്ടം. മൽക്കിഷാവയിൽ പോയിട്ട് നീയൊന്നും പറഞ്ഞില്ല. അവിടം മറ്റൊരു ഇരുണ്ട ഭൂമിയാകുന്നു ദാവി. മാറ്റങ്ങൾ വരുന്നുണ്ട്. അവിടെയുള്ളവരുടെ കണ്ണുകളിൽ കാണുന്നുണ്ട് സാത്താന്റെ തന്ത്രങ്ങൾ. ദാവീദ് മൂളി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി വന്നു. അപ്പോഴേക്കും സർവന്റ് വന്ന് ട്രേ എടുത്തുപോയി. താഴേക്ക് പോകാം. മെറിയം അവനൊപ്പം താഴേക്ക് പോയി. സെറ? ആരോൺ വന്നവളെ കെട്ടിപ്പിടിച്ചു. ബേബിക്ക് സുഖമല്ലേ? ബേബിക്ക് സുഖം തന്നെ. അവൾ ചിരിച്ചു. അബ്ബ എവിടെ പോയതാ മമ്മ? ദാവീദ് ചോദിച്ചു. സൈറ്റിൽ. അക്കുവും പോയിട്ടുണ്ട്. നീ സ്കോട്ട്ലാൻഡിൽ പോയ കാര്യമെല്ലാം ശരിയായില്ലേ ദാവി? ശരിയായി മമ്മ. പഗ്, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ദാവീദ് അവളുടെ കൈ പിടിച്ചു. ശരി. അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അംഗരക്ഷകർ വന്ന് അവർക്ക് ചുറ്റും നിന്നു. വേണ്ട, ദാവീദ് പറഞ്ഞു. ഞങ്ങൾ തനിച്ചു പോയിക്കോളാം. മേലേക്ക്? വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ അവരെ നോക്കി. അവർ മാറി നിന്നപ്പോൾ ദാവീദ് മിറിയത്തിന്റെ കൈപിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് നടന്നു. വഴിയിൽ അവരെ കണ്ടപ്പോൾ എല്ലാവരും അതിശയത്തോടെ നോക്കി. ചിലർ തല താഴ്ത്തി വണങ്ങി. ചിലരവരെ ചൂഴ്ന്നു നോക്കി. ദാവീദ് എല്ലാവരെയും നോക്കി ചിരിച്ച് മിറിയത്തിന്റെ കൈപിടിച്ച് നടന്ന് അവർ ഒരു പാർക്കിലെത്തി ഒരിടത്ത് ചെന്നിരുന്നു. ദൂരെ സൂര്യൻ അസ്തമിക്കുവാൻ തയ്യാറാകുകയായിരുന്നു. മിറിയം ദാവീദിന്റെ തോളിൽ തല ചായ്ച്ച് ദൂരെ നോക്കിയിരുന്നു. എത്രയോ നാൾ നമ്മളിങ്ങനെ ചേർന്നിരുന്നിട്ടുണ്ടല്ലേ ഇമ്മാനുവൽ? ഹെബ്രോൻ കുന്നിന്റെ താഴ്വാരത്ത്. യുഗങ്ങൾക്ക് മുൻപേ. അന്ന് ഒരിക്കലും കരുതിയില്ല മറ്റൊരു ജന്മം പരസ്പരം അറിഞ്ഞ് ഇങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്ന്. കഴിഞ്ഞ ജന്മത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമായിപ്പോൾ. ദാവീദ് മിറിയത്തിന്റെ വയറിന്മേൽ കൈവച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവരെ നോക്കിക്കൊണ്ട് സൂര്യൻ അസ്തമിച്ചു. പോകാൻ ദാവി, കുറേ നേരമായി. മിറിയം എഴുന്നേറ്റു. ദാവീദും. വഴിയെല്ലാം ശൂന്യമായിരുന്നു. ഇരുട്ട് വഴികളിലെല്ലാം തിങ്ങി നിന്നു. ദാവീദും മിറിയവും ഓരോന്ന് സംസാരിച്ചു പോകുന്നതിനിടയിലാണ് 4-5 വണ്ടികൾ വന്ന് അവരെ വളഞ്ഞത്. ദാവീദ് മിറിയത്തിന്റെ കൈ മുറുകെ പിടിച്ച് ചുറ്റും നോക്കി. കാറിൽ നിന്ന് കുറച്ചു പേരിറങ്ങി അവർക്ക് ചുറ്റും നിന്നു. മിറിയം ദാവീദിന്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി. പെട്ടെന്ന് ദാവീദ് തിരിഞ്ഞ് മിറിയത്തിന്റെ നേരെ വന്നവരുടെ കൈ പിടിച്ച് തിരിച്ച് അയാളെ തള്ളിയിട്ടു. നീങ്ങി നിൽക്കും മിറിയം, അവൻ പറഞ്ഞു. മിറിയം അവന്റെ അടുത്ത് നിന്ന് മാറി നിന്നു. പിടിക്കവളെ, ഒരാൾ ഉറക്കെ പറഞ്ഞു. 2-3 പേര് മിറിയത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നതും ദാവീദ് അവളുടെ മുന്നിലേക്ക് വന്ന് നിന്ന് അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് നടന്നു. അവരുടെ കണ്ണുകൾ ശ്വാസം കിട്ടാതെ പുറത്തേക്ക് തള്ളിവന്നു. മിറിയം ഭയത്തോടെ ദാവീദിനെ നോക്കി. ഇതുവരെ അവൾ ദാവീദിനെ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ദാവീദ് കൈയെടുത്തതും അവർ പിണഞ്ഞ് താഴേക്ക് വീണു. കുറച്ചുപേർ ഓടിവന്ന് മിറിയത്തിന്റെ കൈ പിടിച്ചു. വിട് ദാവീ! അവൾ കൈ വലിച്ചുകൊണ്ട് അവനെ നോക്കി. ദാവീദ് തിരിഞ്ഞതും ഒരാൾ ദാവീദിന്റെ തലക്കടിച്ചു. ദാവീദ് കൈയിലേക്ക് നോക്കിയപ്പോൾ രക്തമൊഴുകുന്നത് കണ്ടു. ദാവീ! അവൾ അവരെ അകറ്റിമാറ്റി അവന്റെ അടുത്തേക്ക് ഓടിവന്നു. ദാവീ! അപ്പോഴേക്കും അവർ വന്ന് മിറിയത്തിന്റെ കൈ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു. ദാവീ! അയാൾ വീണ്ടും ദാവീദിന്റെ തലക്കടിച്ചു. ദാവീ! മിറിയം കരഞ്ഞു. അയാൾ ഒന്നുകൂടി അവന്റെ തലക്കടിച്ചു. അവളെ കാറിൽ കയറ്റ്! അയാൾ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ അവളെ പിടിച്ച് കാറിൽ കയറ്റി. ദാവീ! മിറിയം ഉറക്കെ വിളിച്ചു. നിലത്ത് മുട്ടുകുത്തി നിന്ന ദാവീദ് മിറിയത്തെയും കൊണ്ടുപോകുന്ന കാർ നോക്കി നിന്നു. പെട്ടെന്ന് കാർ ബ്രേക്ക് ഇട്ട് നിന്നു. ദാവീദ് മെല്ലെ എഴുന്നേറ്റ് ആ കാറിലേക്ക് നോക്കി നിന്നു. മിറിയം ഡോർ തുറന്നു വരുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു. ദാവീദ് അവളെ നോക്കി ചിരിച്ചു. വരുന്നത് മിറിയമല്ല, എസ്തേറാണെന്നവന് തോന്നി.
ദാവീദിന്റെ കണ്ണുകൾ വിടർന്ന് അവൻ അവൾക്ക് നേരെ 2 കൈകളും നീട്ടി. മറിയം അടുത്തെത്തിയതും ദാവീദ് മുട്ടുകുത്തി വീണപ്പോഴാണ് അവന്റെ പിന്നിൽ കുത്തിക്കേറിയ കത്തി അവൾ കണ്ടത്. ദാവീ! മറിയം ഉറക്കെ വിളിച്ചു. മറിയത്തിന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ വീഴാൻ പോയതും ആരോ അവളെ പിടിച്ചു. ജോനഥാൻ ഫോൺ താഴെ വെച്ചു. അങ്ങനെ നമ്മൾ വിചാരിച്ചത് നടന്നു കഴിഞ്ഞു റെബേക്ക. ജോനഥാൻ അവളെ നോക്കി ചിരിച്ചു. ദാവീദ്? റിബേക്ക ചോദിച്ചു. ചത്ത് കാണില്ല. ജോ! റിബേക്ക ദേഷ്യത്തോടെ വിളിച്ചു. അലറണ്ട, മുറിവൊക്കെ ചെറുതാ, ചാവില്ല. സേറ? അവൾ അവനെ നോക്കിയപ്പോൾ മറുപടി എന്നോണം ജോനഥാൻ റിബേക്കയെ നോക്കി ചിരിച്ചു. മോളെ റിബേക്ക, ഇനി നിന്റെ കയ്യിലാണെല്ലാം. ജോനഥാൻ അവൾക്ക് കൈ കൊടുത്തു.